ഉണ്ടാക്കാൻ പോകുന്നൊരു ചിക്കൻ കറിയാണ്. ഇന്നലെ വെച്ചതിൻ്റെ ബാക്കി കുറച്ച് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതൊന്ന് ആക്കി നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്: ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്, അത് മാത്രമാണ് വേണ്ടത്. തേങ്ങ ഒട്ടും ചേർക്കില്ല. ഇന്നത്തെ ചിക്കൻ കറി വേറൊരു ടൈപ്പ് നമുക്ക് വെച്ച് നോക്കാം. എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, അത് ഐസ് മാറാൻ വെച്ചിട്ടുണ്ട്. അത് ഐസ് മാറി വരുമ്പോഴേക്കും നമുക്ക് വാട്ടേണ്ട സാധനങ്ങൾ വാട്ടിയെടുക്കാം, വറുത്തെടുക്കാം. വാട്ടേണ്ടതല്ല, വറുത്തെടുക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഇത് മൂന്നുമാണ് ഞാനിപ്പോൾ വാട്ടാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ കുരുമുളക് കുരുവാണെങ്കിൽ ഇടും, കറിവേപ്പില ഇടും. ഇതൊക്കെ സാധനങ്ങൾ ഇടും. അത് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കാം. അതിലേക്ക് ഉള്ളി ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി ഇടാം. കഴുകി പിടിച്ചാണ് ഇടുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇതിൽ വന്നിട്ടുണ്ടാകും. വീട്ടിൽ പരിചയമില്ല, അതിൻ്റെ ഒരു പരിചയപ്പെട്ട ഉണ്ടാകും. ഇത് നന്നായി കഴിക്കുക. ഉള്ളി ആവും കളറാവുന്ന പോലെ കഴിക്കണം. ഈ ഒരു പരിചയമാകുമ്പോൾ കുറച്ച് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് എരിവ് വേണ്ടുന്നതൊക്കെ ആവശ്യത്തിന് ഇടാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പൊടിയായതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. അല്ലെങ്കിൽ ആദ്യമേ നമുക്ക് വറുക്കുന്ന സമയത്ത് കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചൂടാക്കി ഇടാം. ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണിയട്ടെ. ഇനി അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇത് കഴുകി വെച്ച ചിക്കനാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ എടുത്ത് വെച്ച 2 തക്കാളി, 3 പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഞാൻ ഇത് യോജിപ്പിച്ചിട്ട് വേവിക്കാൻ വെക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കട്ടെ. ഈ കപ്പിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം അധികം വെള്ളമായാൽ ഇറച്ചിക്ക് വെന്ത് അടിഞ്ഞു പോകും. കാരണം വെള്ളം വറ്റാൻ നിന്നാൽ ഈ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിൽ വെക്കട്ടെ. ഞാൻ ഇന്നത്തെ ചിക്കൻ കറിക്ക് തേങ്ങയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഒന്നും തന്നെ ചേർക്കുന്നില്ല. വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, ഇതിൽ കുരുമുളക് കുരുവാണ്, കുരുമുളക് കുരു ചേർക്കാം. പിന്നെ കറിവേപ്പില ഇടാം. ഇപ്പോൾ പുലർച്ചെ 4:30 ആയതുകൊണ്ട് എനിക്ക്
കറിവേപ്പില പറിക്കാൻ പോകാൻ പറ്റാതെ കൊണ്ട് ഞാൻ കറിവേപ്പില ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി അത് കറി ആകുമ്പോഴേക്കും കറിയിലിടാം. പിന്നെ ഉള്ളി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയപ്പോൾ ഞാനിതിലേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് ചൂടാക്കി വെച്ചതാണ്. ഇതിന് തണിയട്ടെ. തണിച്ചിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതാവട്ടെ. വാട്ടി വെച്ച മസാല ചൂട് നല്ലോണം ആറിയിട്ടുണ്ട്. അതിനുശേഷം മിക്സിയിലേക്ക് അടിച്ചെടുത്ത് നോക്കാം. ഇത് ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എപ്പോഴും വലിയ കറി തന്നെ കൂട്ടി മടിക്കുന്ന കുട്ടിക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടില്ലെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. തിരക്കിൽ പറയുമ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയല്ല, ചിക്കൻ മസാലയാണ്. ഇതാ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഏകദേശം വെന്ത് വന്ന് അപ്പോഴേക്കും ഞാനിത് നമ്മളെ മസാല ഇവിടെ തയ്യാറാക്കിയിട്ട് ഇതുപോലെ കിട്ടുക. ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചാൽ മതി. മസാല ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വെന്ത് വന്നിട്ട് നമുക്ക് ഈ മസാല ചേർക്കാം. പിന്നെ ഇപ്പോൾ പച്ചമുളകൊക്കെ വെന്ത് ചിക്കനോട് ചേർന്നിട്ടുണ്ട്. നല്ല ചിക്കൻ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരവഴിച്ച് കൊടുക്കാം. ചിക്കൻ എല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. ആ അരവ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അക്സെപ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇതിന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കണം. നല്ല ടേസ്റ്റാണെങ്കിൽ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, അഭിപ്രായം പറയണം. ഇത് വെറൈറ്റി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. എപ്പോഴും മല്ലിയും ചിക്കൻ മസാലയൊക്കെ ഇട്ട് വെക്കുന്ന കറി ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമ്മൾ കറികൾ സെറ്റാണെങ്കിൽ മല്ലിപ്പൊടിയും മീറ്റ് മസാല ഇട്ടില്ലെങ്കിൽ അതേ കളർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കളർ മാറ്റമോ ഒന്നുമില്ല. ചിക്കൻ മസാലയും മല്ലിപ്പൊടി ഇടാനിട്ടും നമുക്ക് അതിൻ്റെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൽ വറുത്തിടുന്നില്ല, കാരണം നമ്മൾ ഉള്ളി വാട്ടിയിട്ടാണ് ആക്കിയത്. അതുകൊണ്ട് ഉള്ളി വാട്ടിയിടുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. മല്ലിപ്പൊടിയും ചിക്കൻ മസാല ഇട്ടുള്ള വെച്ച് ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. വീണ്ടും ഒരു വീഡിയോ ഇടാം. അപ്പോഴത്തെ അടുപ്പിൽ എൻ്റെ മോനെ കൊണ്ടുപോകുന്ന നെയ്ച്ചോറ് തയ്യാറാകുന്നുണ്ട്. അതും ഏകദേശം തയ്യാറായി. അപ്പോൾ ബായ്.